ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സാണ്. ഓട്സ് ഉണ്ട് ഇവിടെ. ഇവിടെ പഴമുണ്ട്, ഈത്തപ്പഴമുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, ഏലക്കായ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ചട്ടി വെക്കുകയാണ്. ഇവിടെ പാലുണ്ട്, ഒരു 200 ml പാലുണ്ട്. ഈ 200 mlക്ക് ഒരു 100-150 ml വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുക്കറിൻ്റെ ഓട്സ് ഇവിടെ ഉണ്ട്. അതുപോലെ ഒരു 150 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ വെള്ളമുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേന് പഴമൊക്കെ ഒന്ന് മുറിച്ച് ഈ ഈത്തപ്പഴത്തിൻ്റെ അകത്തുള്ള കുരൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് റെഡിയാക്കട്ടെ. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂണ് ഓട്സ് ഇട്ട് കൊടുക്കാം. പഴം, ഈത്തപ്പഴം, അതേമാതിരിക്ക് അണ്ടിപ്പരിപ്പ്, ഏലക്കായ ഇവിടെ പൊടിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇവിടെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം അതേപോലെ തന്നെ ചെറിയ പീസ് 4 പീസാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അതേമാതിരിക്ക് പഴം ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പാല് തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക, പാല് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പാല് നല്ല തിളക്കുന്നുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുക, ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ പഴം അതേമാതിരി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് അതിൻ്റെ കൂടെ തന്നെ ഏലക്കായ കുത്തിയതുണ്ട്, അതിട്ട് കൊടുക്കുക. അതൊരു തിളക്കട്ടെ. നല്ലപോലെ തിളക്കുന്നുണ്ട്. തിളച്ച് പൊന്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ പൊന്തിയാകാൻ നാശമാവും. ഇപ്പോൾ നല്ല തള വരുന്നുണ്ട്. ആ തളയോട് കൂടെ തന്നെ ഇത് ഓഫാക്കി വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റോളം അത് ഓഫാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. അത് തുറന്നു നോക്കാം നമുക്ക്. ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ ജാസ്തിയായി ഇങ്ങനെ വെച്ചിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. നോക്കാം. നല്ലപോലെ തണുത്തപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനെ കുറുകി വരുള്ളൂ. ഫസ്റ്റിൽ ആ തിളച്ച സമയത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ പാല് മാത്രമേ കാണുള്ളൂ. ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇത്തിയുടെ ഒരു ബോളിലേക്ക് മാറ്റത്, ഒരു കപ്പ് വീണ്ടും മാറ്റാം. ഓട്സിൻ്റെ ഒരു പായസം തന്നെ പറയാം. ഓട്സ് പായസം. പഞ്ചസാര തീരും ചേർത്തിട്ടില്ല. ഈ ഈത്തപ്പഴം ഉണ്ടായതിനെ കൊണ്ട് ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ട്. നല്ല കുറിക്കാൻ നല്ല കട്ടി ഉണ്ടായിരുന്നു. സാറായിട്ടുണ്ട്.